അപ്പോ മുഖ്യമന്ത്രിയുടെ പേരിൽ പേടിയും വിഘ്നങ്ങളും അകറ്റാൻ ഗണപതി ഹോമം, കൂടാതെ സുരക്ഷയ്ക്ക് പോലീസിനെ പോരാത്തതുകൊണ്ട് നവകേരള സദസ്സിന് പോവാൻ പേടിയാവുന്നു എന്നും പറഞ്ഞ് കേന്ദ്രത്തിന് കത്തയക്കാൻ മുഖ്യന്റെ ശ്രമം. ഇതൊക്കെയാണ് ഇന്നത്തെ നവകേരള തമാശകൾ. നമസ്കാരം. ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കാരണം കേരളം എന്ന വാക്ക് കേട്ടാലോ ചോരയൊഴുകുന്ന ഭൂമിയല്ലോ എന്ന രീതിയിലേക്കാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നവകേരള സദസ് എന്ന് പറയുന്ന ആഭാസം ആരംഭിച്ചതിന് ശേഷം. അതായത് സാഹിത്യ പൈതൃകം, വായനശാലകൾ, പ്രസാധകർ, സാഹിത്യോത്സവങ്ങൾ എന്നിവ പരിഗണിച്ച് കോഴിക്കോടിനെ സാഹിത്യ നഗരം എന്ന പദവിയിലേക്ക് യുനെസ്കോ തെരഞ്ഞെടുത്തത് നമ്മളെല്ലാവരും ഈ കേരളപ്പിറവി ദിനത്തിൽ കേട്ടതാണ്. അതും ഇന്ത്യയിൽ തന്നെ ഈ പദവി ലഭിക്കുന്ന ആദ്യ നഗരമായിരുന്നു കോഴിക്കോട് എന്ന് പറയുന്നത്. ഇപ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത കൂടി പുറത്തേക്ക് വരികയാണ്. ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ 10ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ കോഴിക്കോട്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരമാണ് ഈ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. അത് നവകേരള സദസ്സിന് മുൻപായിരിക്കും വിലയിരുത്തൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് രക്ഷപ്പെട്ടു എന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാം. ഇനി വീണ്ടും നവകേരള സദസ്സിലേക്ക് തന്നെ കടക്കാം. നമ്മളെല്ലാവരും കണ്ടതാണ് ചക്കുവള്ളി ക്ഷേത്ര മൈതാനം നവകേരള സദസ്സിനായിട്ട് ഉപയോഗിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞത്. അത് എല്ലാവരും കരുതിയത് ഒരു മൈതാനം, അത് യോഗം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ കൊള്ളയടിക്കുക എന്ന വളരെ വലിയ ഒരു ഗൂഢശ്രമം സർക്കാരിന് അതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അതായത് ഈ വിഷയത്തിൽ സർക്കാർ കോടതിയിൽ പറഞ്ഞത് അത് ക്ഷേത്രഭൂമിയല്ല, പുറമ്പോക്ക് ഭൂമിയാണ് എന്നുള്ള പച്ചക്കള്ളമാണ്. അതേ സാഹചര്യത്തിലാണ് കൊല്ലം കടയ്ക്കൽ ദേവീക്ഷേത്ര മൈതാനത്ത് ചടയമംഗലം നവകേരള സദസ്സും തിരുവനന്തപുരം ശാർക്കര ദേവീക്ഷേത്ര മൈതാനത്ത് ചിറയൻകീഴ് നവകേരള സദസ്സ് നടത്തുന്നത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അടികളും നമുക്ക് മുഖ്യന് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെ പല വിഷയങ്ങളിലും നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങൾ, പിന്നെ കരിങ്കൊടി പ്രതിഷേധവും മറ്റും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിക്കെതിരെ പതിവ് പോലെ ഇന്നും അരങ്ങേറുന്നുണ്ട്. ഒപ്പം പോലീസ്, ഡിവൈഎഫ്ഐ പ്രത്യാക്രമണങ്ങളും നടക്കുന്നുണ്ട്. അത് സ്വാഭാവികം. കാരണം രക്ഷാപ്രവർത്തനമാണല്ലോ നമ്മളുടെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അതേസമയം ഇത്രയും അക്രമങ്ങൾ കേരളത്തിൽ അഴിച്ചുവിടാൻ നേതൃത്വം വഹിക്കുന്ന പിണറായി വിജയൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറയുന്നത് ഒരു തമാശയായിട്ടേ എനിക്ക് തോന്നിയുള്ളൂ. അതായത് ഗവർണർക്കെതിരെ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുമെന്ന്. കറുപ്പിന് ഭയമുള്ള പിണറായി വിജയൻ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം കറുത്ത കുടയും കറുത്ത വസ്ത്രവും വരെ അനുവദിക്കാതെ ജാഗരൂകരായി പ്രവർത്തിക്കുന്ന പോലീസ് ഗവർണർ വരുന്ന വേദികളിൽ കറുത്ത ബാനർ നീക്കം ചെയ്യാൻ അമാന്തം കാണിക്കുന്നത് ചോദ്യം ചെയ്ത ഗവർണർ, ഇത്രയും നാള് തങ്ങളുടെ കുട്ടിപ്പട്ടാളമായി ദുരുപയോഗം ചെയ്ത വിദ്യാർത്ഥി സംഘടനയെ മര്യാദ പഠിപ്പിക്കാൻ ഗവർണർ നേരിട്ട് രംഗത്തിറങ്ങിയ സാഹചര്യത്തിൽ അവര് പേടിച്ചോടിയതിന് കേന്ദ്രത്തിന് ഞങ്ങളുടെ തക്കുടുവാവകൾ പേടിച്ചു, മുള്ളി, പോലീസ് പിടിച്ചപ്പോൾ കരഞ്ഞു എന്നൊക്കെയാണോ റിപ്പോർട്ട് കൊടുക്കുന്നത് എന്ന് എനിക്കറിയില്ല. അതോ പോലീസ് മാമന്മാര് പിണറായി പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല, അവര് ഗവർണറെ കണ്ട് പേടിച്ചു എന്നാണോ റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത് എന്നും എനിക്കറിയില്ല. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോലീസിനെ നിലക്കി നിർത്തി. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധത്തിൽ 124 എന്ന് പറയുന്ന വകുപ്പും ചുമത്തി പിള്ളേരെ അകത്താക്കി. ഇപ്പോതാ പോലീസ് വീഴ്ചയെക്കുറിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ടും ചോദിച്ചു നമ്മുടെ തിരുവനന്തപുരത്തെ അക്രമത്തിന്റെ പേരിൽ. അടുത്തതേ കാലിക്കറ്റ് VC-യോട് വിശദീകരണവും ചോദിച്ചു. ഉടനെ നടപടിയും ഉണ്ടാവും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അതിനെതിരെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അധ്യാപകര് കരിദിനം ആചരിക്കുന്നുണ്ട്. അത് കമ്മി സംഘടനക്കാരുടെ ദീനരോധനമായിട്ട് മാത്രം കണ്ടാൽ മതി. പിന്നെ വേറൊരു വകുപ്പുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക്. ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്ക് വേണ്ടി 1200 പോലീസുകാരെയും പിന്നെ യൂത്ത് കോൺഗ്രസുകാരെയും മഹിളാ മോർച്ചക്കാരെയും ഭയന്നിട്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വീടുകൾക്ക് പോലീസ് സംരക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ശബരിമലയിൽ കോടതി നിർബന്ധിച്ച് പോലീസുകാരെ അങ്ങോട്ട് വിട്ടു. അതുകൊണ്ട് നവകേരള സദസ്സിന് പോവാൻ എനിക്ക് പേടിയാവുന്നേ എന്നും പറഞ്ഞ് കേന്ദ്രത്തിന് ഒരു കത്ത് കൊടുത്തേക്ക്. അല്ലാതെ ഇന്ന് ചക്കുവള്ളി ക്ഷേത്രത്തിൽ മുഖ്യന്റെ പേരിൽ ഗണപതി ഹോമം കഴിച്ചതുപോലെ വഴിപാട് കൊണ്ടൊന്നും ഒരു രക്ഷയുമില്ല.